Hi, hello, welcome back to my YouTube channel Blush with Arya. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഫേഷ്യലാണ് കേട്ടോ. നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഫേഷ്യൽ. ആയുർവേദമായിട്ട് നമ്മൾ ഫേഷ്യൽ ചെയ്യുകയാണെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ഫേഷ്യൽ നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ഈ ഒരു ഫേഷ്യൽ ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്തിട്ടുള്ള ഫേസ് പാക്ക് ഒക്കെ ഞാൻ മുമ്പും ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല റിസൾട്ട്, ഒട്ടും യൂസ് ചെയ്ത് തന്നെ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ഫേസ് പാക്കായിട്ട് നമുക്ക് ഇടാം, അല്ലെങ്കിൽ ഒരു ഫേഷ്യൽ പോലെ നമുക്ക് വീട്ടിലും ചെയ്യാവുന്ന ഒന്നാണ് കേട്ടോ ഇതെന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ ഓരോരോ സ്റ്റെപ്പ് നിങ്ങൾക്ക് ഫേഷ്യലായിട്ട് ചെയ്യണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ഈ ഒരു ഫേസ് പാക്ക് മാത്രം ഇട്ടാൽ മതിയെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിന് മുമ്പായിട്ട് എൻ്റെ ഈ ഒരു ചാനൽ നിങ്ങൾ ഫസ്റ്റ് ടൈമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ഒരു ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ മെയിനായിട്ട് നമുക്കൊരു ഫേഷ്യൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഞവര അരിയാണ് കേട്ടോ. അപ്പോൾ ആയുർവേദ ഫേഷ്യലൊക്കെ ചെയ്യാൻ കൂടുതലും ഉപയോഗിക്കുന്ന ഒന്നാണ് ഞവര അരി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങൾ വളരെയധികം നല്ലതാണ് കേട്ടോ നമ്മുടെ സ്കിന്നിനെന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഞവര അരി നമ്മൾ നല്ലതായിട്ട് ഫൈനായിട്ട് നമ്മളിത് പൊടിച്ചെടുക്കുകയാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ അതിനുശേഷം നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ക്ലെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫേസ് ഒന്ന് ക്ലെൻസ് ചെയ്യാൻ വേണ്ടി റോ മിൽക്ക് എടുത്തിട്ടുണ്ട്. റോ മിൽക്ക് എടുത്തതിന് ശേഷം ഞാനിവിടെ അലോവേരയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്കൊരു കോട്ടൺ പാഡ് യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അലോവേരൻ്റെ ഗുണവും കിട്ടുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആ ക്ലെൻസിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഫേഷ്യൽ ചെയ്യുന്നതിന് മുമ്പായിട്ട് ആവി കൊള്ളുകയാണെങ്കിൽ ആവി കൊള്ളാം കേട്ടോ. അപ്പോൾ ഞാൻ അതിന് മുമ്പായിട്ട് ആവി കൊണ്ടിട്ടുണ്ട്, ഞാൻ അത് വീഡിയോയിൽ കാണിക്കുന്നില്ല. അപ്പോൾ അതിന് ശേഷമാണ് ഞാൻ ക്ലെൻസ് ചെയ്യണത് കേട്ടോ. അപ്പോൾ ക്ലെൻസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്കിത് ഡ്രൈ ആവുന്നവരെ വയ്ക്കുക, അതിനല്ലെങ്കിൽ നിങ്ങൾക്കിത് വാഷ് ചെയ്താൽ കേട്ടോ. ഞാൻ ഒരുപാട് ഡ്രൈ ആവുന്നവരൊന്നും വെച്ചിട്ടില്ല, എന്നിട്ടാണ് വാഷ് ചെയ്തിട്ട് എടുത്തിട്ട് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഒരു സ്ക്രബ്ബർ തയ്യാറാക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മുടെ ഫേസിന് ആവശ്യമുള്ള ഡെഡ് സ്കിൻസ് ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സ്ക്രബ്ബർ തയ്യാറാക്കണം. അപ്പോൾ അതിന് മെയിനായിട്ട് വേണ്ടത് ഈ ഒരു ഞവരരിൻ്റെ ഈ ഒരു പൊടിയും അതുപോലെ തന്നെ റോ മിൽക്കാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും മാത്രം മതി. നിങ്ങളുടെ കയ്യിൽ തേൻ ഉണ്ടെങ്കിൽ തേൻ ആഡ് ചെയ്യാം. എനിക്ക് തേൻ എൻ്റെ കയ്യിൽ ഇല്ല, അതുപോലെ തന്നെ തേൻ എൻ്റെ ഫേസിൽ അത്ര ചേരില്ല, അതുകൊണ്ട് ഞാനത് ഉപയോഗിക്കാറില്ല കേട്ടോ. അപ്പോൾ നല്ല ഇതുപോലെ കുറുകി വരുന്ന ടൈപ്പിൽ വേണം നമുക്ക് സ്ക്രബ് ചെയ്യാവുന്നൊരു കൺസിസ്റ്റൻസി വേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മൾ ഫേസിൽ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. ഹാർഷായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കാനായിട്ടില്ല, ഭയങ്കര ജെൻറ്റിലായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ മൂക്കിൻ്റെ അവിടെയൊക്കെയാണ് നന്നായിട്ട് ഡെഡ് സ്കിൻസ് ഒക്കെ ഉണ്ടാവുക. അപ്പോൾ അവിടെയൊക്കെ നന്നായിട്ട് ചിന്നിൻ്റെ അവിടെയൊക്കെ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ നമ്മുടെ ഡെഡ് സ്കിൻസ് ഒക്കെ റിമൂവ് ചെയ്യാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എൻ്റെ സ്കിൻ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു, എൻ്റെ നേരത്തെ ഒരു വീഡിയോ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഒരു സീറം എൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഒട്ടും ചേരില്ലായിരുന്നു കേട്ടോ. ആ ഫേസ് സിറം അപ്ലൈ ചെയ്യുന്ന 2 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഫേസ് ഭയങ്കരമായിട്ട് ഡാമേജ് ചെയ്തു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഡള്ളായി, സ്കിൻ നന്നായിട്ട് ഡള്ളായി, അപ്പോഴാണ് ഈ ഒരു ഫേഷ്യൽ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഈ ഒരു ഫേഷ്യൽ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഫസ്റ്റ് യൂസിൽ തന്നെ നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. നമുക്ക് ശരിക്കും ഫേഷ്യൽ ചെയ്ത് അതേ എഫക്റ്റ് ആയി കിട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് സ്ക്രബ് ചെയ്യുക. സ്ക്രബ് ചെയ്തതിന് ശേഷം നമ്മളിത് നിങ്ങൾക്കത് ഡ്രൈ ആവുന്നവരെ വെക്കാൻ സമയമുണ്ടെങ്കിൽ വെക്കാം, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ തന്നെ അത് വാഷ് ചെയ്ത് കളയാം കേട്ടോ. അപ്പോൾ ഞാൻ ഫേസ് വാഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല സ്കിൻ നല്ല സോഫ്റ്റ് ആയ പോലെ നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. നെക്സ്റ്റ് എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ നമുക്കൊരു ഫേസ് പാക്കാണ് തയ്യാറാക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഞവര അരിയുടെ ഈ ഒരു പൗഡറും അതുപോലെ തന്നെ ഞാൻ നേരത്തെ തന്നെ ഉഴുന്ന് പൊടി എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ആ ഉഴുന്ന് പൊടിയാണ് ഞാൻ അതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ ഉഴുന്ന് പൊടി പൊടിക്കുക, അതിനുശേഷം നമുക്കതിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഉഴുന്ന് പൊടി നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ പയർ പൊടി ഉണ്ടെങ്കിൽ പയർ പൊടി നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൽ ഉഴുന്ന് പൊടിയാണ് ചേർക്കുന്നത്. അതിന് ശേഷം ഞാനിതിലേക്ക് റോ മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനാവശ്യമുള്ള നമുക്ക് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഒരുപാട് വെള്ളം പോലെ വാട്ടർ കൺസിസ്റ്റൻസി ആവാനായിട്ട് പറ്റില്ല, നമുക്ക് കുറച്ച് തിക്കായിട്ട് നമുക്ക് കിട്ടണം. അപ്പോൾ ആദ്യം ഞാൻ കുറച്ച് മിൽക്കാണ് ആഡ് ചെയ്ത്, അതിന് ശേഷം കുറച്ച് ഇതിലേക്ക് മറ്റേ മുൾട്ടാണി മിട്ടിയാണ് കേട്ടോ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് കൂടുതൽ നമുക്കിതിലേക്ക് വേണ്ടത് ഞവര അരിൻ്റെ പൗഡറാണ് കൂടുതൽ നമുക്കിതിൽ വേണ്ടത് കേട്ടോ. അപ്പോൾ അതിൽ ആ ഒരു രീതി വെച്ച് നമ്മളത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് നമ്മുടെ ഫേസിൽ കട്ടിയിൽ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. നല്ല കട്ടിയിൽ തന്നെ അപ്ലൈ ചെയ്യണം. അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഫേസ് പാക്കായിട്ട് മാത്രമായിട്ട് ഡെയിലി വേണം യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഫേഷ്യൽ പോലെ ഇതുപോലെ സ്റ്റെപ്പായിട്ട് നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. അപ്പം സ്റ്റെപ്പായി ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ നമ്മുടെ സ്കിൻ നല്ല സോഫ്റ്റ് ആവാനും കുറച്ച് ഗ്ലോയിങ് ആയിട്ട് ഫേഷ്യൽ ചെയ്ത അതേ എഫക്റ്റ് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്കറിയാം ഞവരരി എന്ന് പറയുന്നത് എന്താണ് ആയുർവേദത്തിലൊക്കെ ഫേഷ്യൽ ചെയ്യാനായിട്ട് അവർ ഉപയോഗിക്കുന്ന ഒന്നാണ്. ഞവരരി ഫേഷ്യലൊക്കെ നിങ്ങൾ അടിച്ചു കൊടുത്താൽ കിട്ടും കേട്ടോ.
നല്ലതാണ് നമ്മുടെ ഫേസിനെന്ന് പറയുന്നത്. ഞവരരി എന്ന് പറയുന്നത് നമ്മുടെ ഫേസിൽ ഏജിങ് മെച്യൂർഡ് ആയിട്ടുള്ള സ്കിന്നാണ് കൂടുതൽ ഞവരരി ഉപയോഗിച്ച് നല്ല റിസൾട്ട് കിട്ടിട്ടോ. കാരണം അവരുടെ എലാസ്റ്റിസിറ്റി കുറഞ്ഞിട്ട് സ്കിൻ തൂങ്ങാനൊക്കെ, അതായത് സാഗിങ് ആവാനായിട്ട് തുടങ്ങും. അപ്പോൾ അതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാനൊക്കെ ഞവരരി നല്ലതാണ്. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിൽ ഡള്ളായിട്ടിരിക്കണമെങ്കിൽ ആ ഒരു ഗ്ലോ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ഗ്ലോ തിരിച്ചു കൊണ്ടുവരാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഡ്രൈ ആയിട്ടുണ്ട്. ഡ്രൈ ആയതിനു ശേഷമാണ് ഞാനിപ്പോൾ ഇത് വാഷ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ജസ്റ്റ് വെള്ളം എടുത്ത് വെച്ച് തുടയ്ക്കുമ്പോൾ നമുക്ക്, അതായത് ഈ ഒരു ഫസ്റ്റ് നിങ്ങൾ ചെയ്യുന്ന ആ ഒരു സ്റ്റെപ്പ് തൊട്ട് നിങ്ങൾ ഈ ഒരു ഫേസ് പാക്ക് ഇട്ടതിന് ശേഷം വാഷ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നല്ല ഒരു മാറ്റം നിങ്ങളുടെ ഫേസിൽ നിങ്ങൾക്ക് കാണാനായിട്ട് ഫസ്റ്റ് യൂസിൽ തന്നെ പറ്റും കേട്ടോ. അതാണ് ഈ ഒരു ഞവരരി ഫേഷ്യലിൻ്റെ മെയിനായിട്ടുള്ള ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. നമുക്ക് ആ ഫസ്റ്റ് തന്നെ നമുക്ക് ആ റിസൾട്ട് കാണാനായിട്ട് പറ്റും. നിങ്ങളുടെ സ്കിന്നൊക്കെ ഭയങ്കര ഡള്ളും അതുപോലെ തന്നെ സൺ ടാനൊക്കെ അടിച്ചിട്ട് പിഗ്മെൻറ്റേഷനാണ് നിങ്ങളുടെ സ്കിന്നിൽ കൂടുതലെങ്കിൽ അതൊക്കെ മാറ്റാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ അത് മാത്രമല്ല, മെയിനായിട്ട് നമ്മുടെ സ്കിൻ ആക്നെ പ്രോൺ സ്കിന്നാണെങ്കിൽ ആക്നെ പാടുകൾ വന്നിട്ടുള്ളത്, ആക്നെയാണ് കൂടുതലുണ്ടെങ്കിൽ അതൊക്കെ കുറയ്ക്കാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ ഞവരരി എന്ന് പറയുന്നത്. അപ്പോൾ സ്കിൻ നല്ല ക്ലിയർ ആക്കാനും നല്ലൊരു ഗ്ലോയിങ് ആയിട്ട് ബ്രൈറ്റൻ ചെയ്യാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു ഫേഷ്യലാണ് ഈ ഒരു ഞവരരി ഫേഷ്യൽ എന്ന് പറയുന്നത്. പിന്നെ സ്കിൻ എന്ന് പറയുന്നത് ഭയങ്കര സോഫ്റ്റ് ആക്കാനും ഭയങ്കര മോയ്സ്ചറൈസ് ചെയ്യാൻ, നറിഷ് ചെയ്യാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും ഞവരരി എന്ന് പറയുന്നത്. അപ്പോൾ ഡോക്ടേഴ്സ് കൂടുതലും പറയണത് ഞവരരി ഫേസ് പാക്ക് ഒക്കെ ട്രൈ ചെയ്യാമെന്നാണ് കേട്ടോ. ആയുർവേദത്തിൽ കൂടുതൽ അവർ പറയുന്നത് ഞവരരി വെച്ചിട്ടുള്ള ഫേസ് പാക്ക് ട്രൈ ചെയ്ത് നോക്കാനാണ് പറയുക. അപ്പോൾ നമ്മുടെ സ്കിന്നിൻ്റെ എല്ലാ പ്രോബ്ലംസും മാറാനും ഈ ഒരു ഞവരരി പാക്ക് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതൊരു വാഷ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു റിസൾട്ട് ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. സ്കിൻ നല്ല ഗ്ലോയിങ് ആയിട്ടിരിക്കുന്നത് കണ്ടില്ലേ. നേരത്തെ എൻ്റെ സ്കിൻ എന്ന് പറയുന്നത് കുറച്ച് എന്താ പറയുക ഡ്രൈ ആയിരുന്നു, അതുപോലെ തന്നെ കുറച്ച് ഡള്ളായിരുന്നു, ഡെഡ് സ്കിൻസ് ഒക്കെ കൂടുതലുണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ മാറി സ്കിൻ നല്ല സോഫ്റ്റായ ഫസ്റ്റ് റിസൾട്ടിൽ തന്നെ നമുക്ക് നല്ലൊരു മാറ്റം നമുക്ക് കൊണ്ടുവരാൻ പറ്റും കേട്ടോ. അപ്പം ഈ ഒരു നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഫങ്ഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ തലേ ദിവസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നല്ല റിസൾട്ട് കൊണ്ടുവരും കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്തിട്ട് നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലത്തെ വീഡിയോസായിട്ട് വരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇതുപോലത്തെ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് നിങ്ങൾ ഫ്യൂച്ചറിൽ ഇനി കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾ നോട്ടിഫിക്കേഷൻ കൂടി ഓൾ എന്ന ഓപ്ഷനും കൂടി കൊടുത്താലേ ഞാൻ ഇനി വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.